ഹായ് ഓൾ, എല്ലാവർക്കും എഡ്യൂസ്റ്റാർട്ട് ലേണിംഗിലേക്ക് വീണ്ടും സ്വാഗതം. മക്കളെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന 10ാം ക്ലാസ്സിലെ ആദ്യത്തെ ചാപ്റ്ററിന്റെ കഴിഞ്ഞ വർഷം നമ്മുടെ 2026, കഴിഞ്ഞ വർഷം ഉദ്ദേശിച്ചത് ഈ വർഷം കഴിഞ്ഞു പോയിട്ടില്ല, കഴിഞ്ഞ അക്കാദമിക് ഇയറാണ് ഉദ്ദേശിക്കുന്നത്. 2026 മാർച്ചിലും അതുപോലെ തന്നെ ഫെബ്രുവരി മോഡൽ എക്സാമിനേഷനും ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകൾ മാത്രം ചെയ്ത് പഠിച്ചാൽ നമുക്ക് A+ലേക്ക് എത്താൻ കഴിയില്ല. മുൻ വർഷങ്ങളിൽ ചോദിച്ചതും അതേ പാറ്റേണിൽ വരുന്ന കണക്കുകൾ കൂടെ പഠിച്ചെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്ക് കരസ്ഥമാക്കാൻ കഴിയത്തുള്ളൂ. സോ അതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിൽ മുൻ വർഷ ചോദ്യ പേപ്പറുകൾ ചർച്ച ചെയ്യാം. സോ ആ ഓരോ ചോദ്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ എഴുതി പഠിക്കണമെന്നുള്ള ഒരു അറിയിപ്പ് നൽകിക്കൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. 10ാം ക്ലാസ്സിലെ ഓരോ കുട്ടികളിലേക്കും നിങ്ങൾ ഈ വീഡിയോ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റിലെ നമുക്ക് പഠിക്കാൻ പോകുന്നത് SSLC എക്സാമിനേഷൻ മാർച്ച് 2026, അതായത് കഴിഞ്ഞ വർഷം മാർച്ചിൽ ഈ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്, അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്രയും ഉണ്ട്. പക്ഷെ ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് എടുത്തേക്കുന്നത് അരിത്തമെറ്റിക് സീക്വൻസിലെ മാത്രം, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്രമേ ഉള്ളൂ. ഓൾജിബ്രയുടെ ക്വസ്റ്റ്യൻസ് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ 2 കൂടെ മിങ്കിൾ ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്ത് നമുക്ക് തരാം. ഓക്കെ, അപ്പം SSLC എക്സാമിനേഷൻ മാർച്ച് 2026 ചോദ്യത്തിലേക്ക് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാടാ. 2 ക്വസ്റ്റ്യനും ആടിയിട്ടുണ്ട്. മലയാളം മീഡിയം ഉണ്ട്, ഇംഗ്ലീഷ് മീഡിയം ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കുക. എന്താ പറഞ്ഞേക്കുന്ന, ചുവടെ പറയുന്ന സമാന്തര ശ്രേണികൾ ഏതിലാണ് 37 ഒരു പദമാകുന്നത്? അല്ലെങ്കിൽ ഇൻ വിച്ച് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ 37 ഈസ് എ ടേം? താഴെ പറയുന്നതിൽ ഏത് സീക്വൻസിനകത്താണ് 37 എന്ന് പറയുന്നയാൾ ഒരു ടേം ആയിട്ട് വരുന്നത്? ഇതാ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. ഒറ്റ പരിപാടിയുള്ള ആദ്യത്തെ സീക്വൻസ് ഇനി എടുക്കുക. ആദ്യ സീക്വൻസ് ആരാ? 4, 9, 14 എക്സെട്ര. കഴിഞ്ഞ വീഡിയോ എൻ്റെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഒരു ടേം ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഡി കാണണം. 4ൽ നിന്ന് 9ലേക്ക് വരണമെങ്കിൽ 9 - 4 എടുത്താൽ മതി. സെക്കൻഡ് ടേമിന് ഫസ്റ്റ് ടേമിനെ കുറയ്ക്കുമ്പോൾ 5 എന്ന് കിട്ടും. നമ്മൾ ഡി. ഇനി നമുക്ക് ഏതാളാണോ ടേമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അയാളെ ഫസ്റ്റ് ടേമിൽ നിന്ന് കുറയ്ക്കുക. 37 4 കുറച്ചാൽ നമുക്ക് 31 എന്ന് കിട്ടും. ഈ കുറച്ച് കിട്ടിയ ഉത്തരത്തിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. 31 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? 31 എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്ലൈ വരുന്നതല്ല. സോ അതുകൊണ്ട് ഇയാൾ ടേം അല്ല. കാര്യം കഴിഞ്ഞു. അപ്പൊ ആ സീക്വൻസിൽ വരുത്തില്ലെന്ന് മനസ്സിലായി. പെട്ടെന്ന് ചെയ്ത് മാറ്റണം. കാണുന്നത് 1 മാർക്കിന്റെ ചോദ്യമാണ്. അവിടെ സമയം ഒരുപാട് എടുക്കാൻ നിൽക്കരുത്. അതായത് തന്നെ പറയുക. സെക്കൻഡ് സീക്വൻസിലേക്ക് പോകാടാ. 7, 12, 17. ഈ സീക്വൻസ് എടുത്താലും ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 12 - 7. 12ൽ നിന്ന് 7 പോയാലും 5 തന്നെ വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്യേണ്ട 37 ആടാ. ആ 37 എന്ന് പറയുന്നയാളിനെ എന്തുകൊണ്ട് കുറയ്ക്കണം? 4 കൊണ്ടല്ല. നമ്മളിപ്പോൾ എടുത്ത സീക്വൻസ് ഇതാ. അപ്പൊ 7 കൊണ്ട് കുറയ്ക്കണം. 37 - 7 കുറച്ചാൽ 30 കിട്ടുവാടാ. ആ കുറച്ച് കിട്ടിയ ഉത്തരത്തെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാൻ പറ്റും? 5 കൊണ്ട് ഹരിക്കാൻ പറ്റും. കാര്യം 6 6 5 30 നമുക്ക് ഹരിക്കാൻ കഴിയും. സോ ഹരിക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ സീക്വൻസ്. ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കുന്നു. 37ൽ നിന്ന് 7നെ കുറയ്ക്കും 30 വരുന്നത്. 30 എന്ന് പറയപ്പെടുന്ന ആൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 5 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് കുറയ്ക്കാനായിട്ട് കഴിയുന്നത് കൊണ്ട് നമ്മുടെ ഇവിടുത്തെ 37 വരുന്ന സീക്വൻസ് ഏതാടാ? 7, 12, 17 ആണ്. ഒക്കെയാണെന്ന് കരുതുന്നു. ഓക്കെ അല്ലേ? ശ്രദ്ധിച്ചു വെച്ച് പഠിച്ചോണം മക്കളെ. ക്ലിയർ ആണോ എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമുക്ക് അടുത്ത കണക്കിലേക്ക് പോകാം. ആദ്യം കഴിഞ്ഞ SSLC എക്സാമിനേഷന് ആദ്യത്തെ 1 മാർക്ക് അല്ലെങ്കിൽ MCQ ചോദ്യത്തിനകത്ത് ചോദിച്ചൊരു ചോദ്യമാണിത്. സോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ. ഇത് വെച്ചുള്ള കണക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോക്ക് ചെയ്തിട്ടുള്ളയാ. നിങ്ങൾ എല്ലാവരും ചെയ്ത് പഠിച്ച് കാണുമെന്നുള്ള വിശ്വാസവും എനിക്കുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം എന്താ ക്വസ്റ്റ്യൻ എന്നുള്ളത്. 7th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 100. അതായത് അരിത്തമെറ്റിക് സീക്വൻസിലെ 7ാമത്തെ ടേം, 7th ടേം, 7ാമത്തെ ടേം എന്ന് പറയുന്നത് 100 ആണ്. 11ാമത്തെ ടേം, അതായത് 11ാമത്തെ പദം എന്ന് പറയുന്നത് 140 ആണ്. എങ്കിൽ മക്കൾ ഓരോരുത്തരും കണ്ടുപിടിക്കേണ്ട 2 ചോദ്യങ്ങളാണ്. അതായത് 15th ടേം, 15ാമത്തെ ടേമിനെയും കാണണം. 3rd ടേം, 3ാമത്തെ ടേമിനെയും കാണണം. മലയാളത്തിലും കിടപ്പുണ്ട്. 15ാം പദവും കാണണം, 3ാം പദവും കാണണം. മക്കളെ, ഏതൊരു ടേമിനെ കണ്ടുപിടിക്കണമെങ്കിലും നിങ്ങൾ ആദ്യം കൈകളിൽ വേണ്ട എന്താടാ? കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസമാണ്. പക്ഷെ ഈ 7 എന്ന് പറയുന്ന ടേമും 11 എന്ന് പറയുന്ന ടേമും അടുത്തടുത്ത് കിടക്കുന്ന ടേമുകളല്ല. സോ അതുകൊണ്ട് കോമൺ ഡിഫറൻസിനെ കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേം ഡിഫറൻസ് ആരെയാ?
140 നിന്നും 100 കുറയ്ക്കണം. 140 നിൽക്കുന്ന 11-മതാടാ, മൈനസ് 100 നിൽക്കുന്നത് 7-മതാ. 11 7 കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. 140 നിന്ന് 100 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 40 കിട്ടുവടാ. 11 7 കുറച്ചാൽ നമുക്ക് 4 കിട്ടും. 40 4 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 10 കിട്ടും. നമ്മുടെ കോമൺ ഡിഫറൻസ് കയ്യിൽ കിട്ടി. പക്കയാണ്, ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണല്ലോ മക്കളെ. പറഞ്ഞാൽ നമുക്ക് 2 ടേം ഉണ്ട്, 7th ടേമും ഉണ്ട്, 11th ടേമും ഉണ്ട്. ആ 2 ടേമുകളെ വെച്ചുകൊണ്ട് ആദ്യമേ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം കണ്ടുപിടിച്ചു. 2 ടേമുകൾ അടുത്തടുത്തല്ലാത്തത് കൊണ്ട് ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത പരിപാടി എന്താ? കണ്ടുപിടിക്കേണ്ട ആൾ ചെയ്താൽ മതി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? 15-ാമത്തെ ടേമിനെ കാണണം. 15-ാമത്തെ ടേമിനെ കാണാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? അല്ലെ ഇങ്ങനെ നമുക്ക് വേണ്ടി തന്നെ എഴുതി ചെയ്യാം. 15th ടേമിനെ കാണണമെങ്കിൽ നമ്മുടെ കയ്യിൽ 11th ടേം ഉണ്ട്. അപ്പൊ 11th ടേം എഴുതുക. 11th ടേം എഴുതി. 15-ാമത്തെ ടേം കാണണമെങ്കിൽ 11-ാമത്തെ ടേമിന്റെ കൂടെ കൂട്ടണം. കാര്യം 11 കഴിഞ്ഞ് മുമ്പോട്ടാ വരുന്നത്, പുറകിലേക്കല്ല. അപ്പൊ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. കൂട്ടണം. എത്ര കോമൺ ഡിഫറൻസ് ആ കൂട്ടേണ്ടത്? അവ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 11ഉം 15ഉം തമ്മിൽ ഡിഫറൻസ് എത്രയാണ്? 4. അപ്പൊ 4D എന്ത് ചെയ്യണം? കൂട്ടണം. ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. 11-ാമത്തെ ടേം എത്രയാണ്? 11ാമത്തെ ടേം 140 പ്ലസ് 4 ഇൻറ്റു D നമുക്കിപ്പോൾ അറിയാം 10. സോ 140 പ്ലസ് 4 ഇൻറ്റു 10 40 140 പ്ലസ് 40 എത്ര കിട്ടും? 180 എന്ന് കിട്ടും. പക്കയാണേ. 15-ാമത്തെ ടേം കാണണം. സോ 11-ാമത്തെ ടേം ഉണ്ട്. അവ തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. 11 കഴിഞ്ഞാൽ 15 വരുന്നത്. അപ്പൊ പ്ലസ് കൊടുത്ത് 4D കൊടുക്കുക, വാല്യൂ അപ്ലൈ ചെയ്യുക, എഴുതുക. അപ്പൊ ഒന്നാമത്തേൻ്റെ ആൻസർ ആയി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ചോദ്യം തേർഡ് ടേമിനെ കാണാൻ വേണ്ടിയാ. രണ്ടാമത്തെ ചോദ്യം ആരെ കാണാൻ വേണ്ടിയാ? തേർഡ് ടേം കാണാൻ വേണ്ടിയാടാ. ആ തേർഡ് ടേമിനെ കാണാൻ നമ്മുടെ കൈകളിലുള്ള 11-ാമത്തെ ടേമിനെ വെച്ചും ചെയ്യാം, 7-ാമത്തെ ടേമിനെ വെച്ചും ചെയ്യാം. ഞാൻ 7നെ വെച്ച് ചെയ്യാൻ പോവാ. 7-ാമത്തെ ടേം എത്ര? 100. സോ 7th ടേം ഉണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, 7-ാമത്തെ ടേമിൽ നിന്നും 3-ാമത്തെ ടേമിലേക്ക് എത്തണമെങ്കിൽ കുറയ്ക്കുകയാ, കൂട്ടുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ മൈനസ്. കാര്യം എന്താ? 7-നെക്കാട്ടി മുന്നിലാണ് തേർഡ് ടേം. മൈനസ് ചെയ്യണം. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 7ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്ര? 4. സോ 4D എന്ത് ചെയ്യണം? കുറയ്ക്കണം. 7-ാമത്തെ ടേം 100 ആണ്, നമ്മൾ നേരത്തെ പഠിച്ചു. മൈനസ് 4 ഇൻറ്റു ഡിയുടെ വാല്യൂ 10. അപ്പൊ 100 മൈനസ് 4 ഇൻറ്റു 10 40. 100 40 പോയി എത്ര കിട്ടും? 60 എന്ന് കിട്ടും. ക്ലിയർ ആണ്, പക്കയാണെന്ന് മനസ്സിലാകും. 2 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ചെയ്ത് പഠിച്ചു. ഒന്ന് ടേം ആണോ ചെക്ക് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ മക്കൾ പഠിക്കുമ്പോൾ ഇങ്ങനെയാണ്, ഒരു കാര്യം കഴിഞ്ഞാൽ അത് വിട്ടുകളയുമല്ല, വീണ്ടും ആലോചിച്ച് നോക്കുക. ടേം ആണോ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? ആദ്യമേ ആ പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ കോമൺ ഡിഫറൻസ് കാണണം. ആരെയാണോ ടേമായിട്ട് ചെക്ക് ചെയ്യേണ്ടത് അയാൾ അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമിൽ നിന്ന് കുറയ്ക്കുക. ഞാൻ ചെയ്ത കണക്കിലെല്ലാം ഫസ്റ്റ് ടേമിൽ നിന്ന് കുറച്ചത്. ആ സെക്കൻഡ് ടേമിൽ നിന്ന് കുറച്ചാലും തെറ്റൊന്നുമില്ല. സോ ഫസ്റ്റ് ടേം ആണെങ്കിൽ ഫസ്റ്റ് ടേമിൽ നിന്ന് കുറയ്ക്കുക. ആ കുറച്ച് കിട്ടുന്ന ഉത്തരത്തെ നിങ്ങളുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ടേമാണ്. ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ, ഡിവൈഡ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഡെസിമൽ വന്നാൽ, പോയിന്റ് വന്നാൽ, അതായത് പൂർണ്ണമായി ഹരിക്കാൻ കഴിയാത്ത അവസ്ഥ, ഡെസിമൽ ആണ് വരുന്നത് എങ്കിൽ അയാൾ ടേം അല്ല. ഡെസിമൽ അല്ല, ഒരു പൂർണ്ണസംഖ്യയാണ് ഉത്തരമായി കിട്ടുന്നതെങ്കിൽ അയാൾ ടേമാണ്. ഇപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് എന്താ? 2 എൻറ്റേർലി ഡിഫറൻറ്റ് പൊസിഷനിൽ കിടക്കുന്ന ടേമുകളെ തന്നു. ഒന്ന് 7-ാമതും ഒന്ന് 11-ാമതും. എന്നിട്ട് 15-ാമത്തെ ടേമിനെയും 3-ാമത്തെ ടേമിനെയും കാണാൻ ചോദിച്ചു. അപ്പൊ അവിടെ നിന്ന് ആദ്യമേ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചു, പിന്നെ നമ്മൾ ടേമിലേക്ക് വന്നു. ഇങ്ങനെയൊക്കെയാണ് പരീക്ഷയ്ക്ക് എല്ലാ വട്ടവും ചോദ്യങ്ങൾ കയറി വരുന്നത്. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണേ? അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇവിടെ, ദ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് an arithmetic sequence is 30. അതായത് ആദ്യത്തെ 3 ടേമുകളുടെ തുക എന്ന് പറയുന്നത് 30 ആണ്. മക്കൾ ഇവിടെ ഒരു കാര്യം പഠിച്ചു വെക്കാനുണ്ട്. അതായത് നമുക്ക് തന്നേക്കുന്ന ആള്, അതായത് നമ്മൾ എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ നമ്പർ ഓഫ് ടേം എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ടേം എന്ന് പറയുന്നത് എന്താണെങ്കിൽ ഓഡ് നമ്പർ അല്ലെങ്കിൽ ഒറ്റ സംഖ്യയാണ് എങ്കിൽ, സംഖ്യകളുടെ എണ്ണം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേം എന്ന് പറയുന്ന ഒറ്റ സംഖ്യയാണ്, സമ്മ് തരുന്നുണ്ട്, തുക തരുന്നുണ്ട്, അവർ തുകയും തന്നിട്ടുണ്ട് എങ്കിൽ നമുക്കറിയാം ഒറ്റ സംഖ്യയുള്ള ആൾക്കാരെയാണ് നിരത്തി നിർത്തിയേക്കുന്നതെങ്കിൽ അതിന്റെ നടുക്ക് മിഡിലിൽ ഒരു ടേം കാണും. അതിന് സംശയമൊന്നുമില്ലല്ലോ. ഇപ്പൊ എന്താണ് ഉദാഹരണം പറഞ്ഞാൽ 5 പേരെ നിരത്തി നിർത്തിയേക്കുക എങ്കിൽ 5 പേരുണ്ട്. ഇപ്പൊ നോക്കാം, നമ്മുടെ എഴുതി കാണിച്ചു തരാം. x1 x2
x3 x4 x5 ഇത് 5 പേരാ. 5 എന്ന് പറയുന്നത് എന്ത് നമ്പറാ? ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നടുക്കൊരാളെ കണ്ടുപിടിക്കാൻ പറ്റും. അതാരാ? മൂന്നാമത്തെ ആളാ. ഇനി 3 പേരെ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല, കൃത്യമായിട്ട് നമുക്ക് നടുക്ക് രണ്ടാമത്തെ ആളെ കിട്ടും. പക്ഷെ അത് 4 പേരായിരുന്നെങ്കിൽ x1 x2 x3 x4 4 പേരുണ്ടായിരുന്നെങ്കിൽ കൃത്യമായി ഒരു നടുക്കത്തെ ആളെ പറയാൻ പറ്റുമോ? ഇല്ല. ഈ 2 പേരെയും കൂടെ ചേർത്ത് പറയേണ്ടി വരും നമ്മൾ മിഡിൽ ടൈമിന്. സോ അപ്പം നമുക്ക് തന്നേക്കുന്ന നമ്പർ ഓഫ് ടൈം ഓടാണെങ്കിൽ കൃത്യമായിട്ട് നമുക്കൊരു മിഡിൽ ടൈമിനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടുത്തെ കൺസെപ്റ്റ് എന്താ മക്കൾ പഠിക്കേണ്ടത്? നമ്മുടെ നമ്പർ ഓഫ് ടൈം ഓഡ് നമ്പരും സം എന്ന് പറയുന്നത് എന്തുമാണ് എങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ടൈം ഓഡ് നമ്പർ ആയിരിക്കണം, സമ്മ് തന്നിട്ടുണ്ട്, ഈ 2 ആൾക്കാർ നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? മിഡിൽ ടൈമിനെ, മധ്യപദത്തെ കണ്ടുപിടിക്കാം. മിഡിൽ ടൈമിനെ കാണാനുള്ള ഫോർമുല, മിഡിൽ ടൈമിനെ എം എന്ന് വിളിക്കുന്നതാ, എമ്മിനെ കാണാനുള്ള ഫോർമുല ആ സമ്മിനെ നമ്പർ ഓഫ് ടൈം ആയിട്ടുള്ള n കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. പഠിച്ചു വെച്ചോണേ. 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഏതൊക്കെ 2 കാര്യങ്ങൾ? ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടൈം ഓഡ് നമ്പർ ഒറ്റ സംഖ്യ ആയിരിക്കണം. രണ്ടാമത്തെ പ്രോപ്പർട്ടി സമ്മ് തന്നിരിക്കണം. ഈ 2 സാധനങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ട് എങ്കിൽ നമുക്ക് മിഡിൽ ടൈമിനെ കാണാൻ വേണ്ടി അതിന്റെ സമ്മിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? നമ്പർ ഓഫ് ടൈം കൊണ്ട് ഹരിച്ചാൽ മതി. ഉത്തരം പക്കയായി നമ്മുടെ കൈകളിലേക്ക് കിട്ടും. അത് വെച്ചൊരു ചോദ്യമാണ് ഇപ്പുറത്ത് ചെയ്യാൻ കിടക്കുന്നത്. ഇത് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. എഴുതി പഠിക്കുക. ഓക്കെ, ചോദ്യത്തിലേക്ക് തിരിച്ചു വരാം. The third term, the sum of the first third term, 3 ടേമുകളുടെ 3 അപ്പൊ എന്ത് സംഖ്യ? ഒറ്റ സംഖ്യ. അപ്പൊ 3 ടേമുകളുടെ സമ്മ് 30. 3 ടേമുകളുടെ സമ്മെന്ന് പറയുന്ന 30 എങ്കിൽ 3 പേരുണ്ടെങ്കിൽ അതിൽ നടുക്ക് വരുന്നയാള് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 3 ആൾക്കാരിൽ നടുക്ക് വരുന്ന സെക്കൻഡ് ടേമാ. ആ സെക്കൻഡ് ടേമിനെ കാണാൻ നമ്മളിപ്പോ ഫോർമുല പഠിച്ചു. സമ്മിനെ, സം എത്ര? 30നെ എന്തുകൊണ്ട് ഹരിക്കുക? നമ്പർ ഓഫ് ടൈം 3 എത്ര കിട്ടുവാടാ? 10 കിട്ടും. ക്ലിയർ ആണേ? ആദ്യത്തെ ചോദ്യം മക്കളൊന്ന് വായിച്ചേ. വാട്ട് ഈസ് ദ സെക്കൻഡ് ടൈം ഓഫ് ദ സീക്വൻസ്? ഈ ശ്രേണിയിലെ 2ാം പദം എത്രയാണ്? കിട്ടി 30. പക്കയാണെന്ന് കരുതുന്നു. പഠിച്ചു വെച്ചോണേ. പരീക്ഷയ്ക്ക് ഒരു ചോദ്യം മസ്റ്റ് ആയിട്ടുണ്ടാകും നമ്മുടെ മിഡിൽ ടൈമിന്റെ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട്. ഓക്കെയാണ്. നമുക്ക് അടുത്തയിലേക്ക് കടന്നു വരാടാ. അടുത്ത ചോദ്യം ഉത്തരം കിട്ടണം. അടുത്ത വായിച്ചാൽ മതി. ദ സം ഓഫ് ഫസ്റ്റ് 7 ടൈംസ്, ആദ്യത്തെ 7 ടൈമുകളുടെ സമ്മ് 140. ആദ്യത്തെ 7 ടൈം, 7 എന്ന് പറയുന്നത് ഓഡ് നമ്പരാ. 7 ടീമുകളുടെ സം എന്ന് പറയുന്നത് 140. 7 ആൾക്കാരെ നിരത്തി നിർത്തിയേക്കുകയാണെങ്കിൽ എത്രാമത്തെ ആളായിരിക്കും മിഡിൽ ടൈം? ആലോചിച്ച് നോക്ക്. 7 പേരെ നിരത്തി നിർത്തിയേക്കുന്നു. ഇപ്പുറത്തേക്കൂടെ കാണിച്ചു തരാൻ ഞാൻ. ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം, ഫോർത്ത് ടൈം, ഫിഫ്ത്ത് ടൈം, സിക്സ്ത് ടൈം, സെവൻത് ടൈം. 7 ആൾക്കാരുണ്ട്. ഇതിൽ എത്രാമത്തെ ആളാ നടുക്ക് വരുന്നത്? 4ാമത്തെ ആൾ. അപ്പൊ ആ 4ാമത്തെ ആളെ കിട്ടാൻ വേണ്ടി ഇപ്പൊ പഠിച്ച ഫോർമുല സം എത്ര? 140. എന്തുകൊണ്ട് ഹരിക്കുക? നമ്പർ ഓഫ് ടൈം 7 കൊണ്ട് ഹരിക്കുക. 14നെ 7 കൊണ്ട് വെട്ടിയാൽ 2 വരും. കൂടെ 0 ഉണ്ട് 70. ക്ലിയർ ആണ്? പക്കയാണെന്ന് കരുതുന്നു മക്കളെ. പഠിച്ചു വെച്ചോണേ. നമ്പർ ഓഫ് ടൈം ഓടായിരിക്കണം. അതുപോലെ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ മിഡിൽ ടൈം, മധ്യപദത്തെ കണ്ടുപിടിക്കാൻ ആ സമ്മ് എന്ന് പറയുന്ന ആളിനെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? നമ്പർ ഓഫ് ടൈം കൊണ്ട് ഹരിച്ചാൽ മിഡിൽ ടൈം നടുക്കത്തെ ആളെ കിട്ടും. സോ 3 ടൈമിന്റെ സമ്മുണ്ട്. 3 ഓഡ് നമ്പർ ആയിരുന്നു. മിഡിൽ ടൈം 2ാമത്തെ അയാളെ കിട്ടി. 7 ടൈമിന്റെ സമ്മുണ്ട്. ഫസ്റ്റ് മുതൽ 7 ടൈമിന്റെ സമ്മുണ്ട്. 140 എങ്കിൽ ആദ്യത്തെ 7 പേരിൽ നടുക്ക് വരുന്ന 4ാമത്തെ ആളാ. സോ 4ാമത്തെ ആള് 140/7 എത്ര എന്ന് കിട്ടും? 20 എന്ന് കിട്ടും. ക്ലിയർ ആണ്? പക്കയാണെന്ന് കരുതുന്നു മക്കളെ. നിങ്ങൾ പഠിച്ചു വെക്കുക. ഓരോ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിൽ മാത്രമല്ല, അത് പഠിക്കരുതല്ല, ടെക്സ്റ്റ് ബുക്കിനോടൊപ്പം ഈ ഓരോ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളും ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? A+ കടക്കാൻ കഴിയൂ. ഇങ്ങനത്തെ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. എങ്കിൽ ഈ ഓണം എക്സാം നമ്മുടെ കൈകളിൽ ഭദ്രമായിട്ടിരിക്കും. ക്ലിയർ ആണ്? പക്കയാണെന്ന് കരുതുന്നടാ. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു പോകാടാ. ഈ ശ്രേണിയിലെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. ഫസ്റ്റ് 3 ടൈംസിനെ കണ്ടുപിടിക്കുക. അതും എളുപ്പമാടാ. ഇപ്പൊ നമ്മുടെ കയ്യിൽ ആരൊക്കെയുണ്ട്? സെക്കൻഡ് ടൈമും ഉണ്ട്, ഫോർത്ത് ടൈമും ഉണ്ട്. അതായത് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് എത്രയായിരുന്നടാ? 10. സെക്കൻഡ് ടൈം 10ഉം ഫോർത്ത് ടൈം എന്ന് പറയുന്നത് 20ഉം.
രണ്ട് ടീമുകൾ അടുത്തടുത്താണോ? അല്ല, ഒരു ഡിസ്റ്റൻസ് ഉണ്ട് എങ്കിൽ അവിടെ ഡി കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചു. ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടീമുകൾ തമ്മിൽ കുറയ്ക്കുക, 20 10 കുറയ്ക്കുക, ഡിവൈഡഡ് ബൈ 20 നിൽക്കുന്ന നാലാമതാടാ, -10 നിൽക്കുന്നത് രണ്ടാമതാ. 4 - 2. 20 10 കുറച്ചാൽ 10 കിട്ടുവടാ. 4 2 കുറച്ചാൽ 2 കിട്ടും. 10/2 5 എന്ന് കിട്ടും. ക്ലിയർ ആണ്, പക്കയാണെന്ന് മനസ്സിലാക്കുന്നു. ഓക്കെ ആണല്ലോ പറഞ്ഞത്. നമ്മുടെ സെക്കൻഡ് ടേം ഉണ്ട്, ഫോർത്ത് ടേം ഉണ്ട്. ഈ രണ്ട് ടേമുകൾ കൈകൾ ഉണ്ടെങ്കിൽ കോമൺ ഡിഫറൻസിനെ കണ്ടുപിടിക്കാൻ ടേം ഡിഫറൻസിന് നേരെ എന്തുകൊണ്ട് ഹരിച്ചാൽ മതി? പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി അടുത്ത കേസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ആദ്യത്തെ 3 ടേമുകളെ കാണേണ്ടത്. നമ്മുടെ ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഉണ്ട് 10 തേർഡ് ടേം ഇല്ല, ഫോർത്ത് ടേം ഉണ്ട് 20 എങ്കിൽ ഓരോ ടീമുകളെ കാണാൻ മുൻ വീഡിയോകളിൽ നമ്മൾ പഠിച്ചതാണ്. അതായത് പിമ്പിലോട്ട്, അതായത് പിന്നിലത്തെ ടീമാ കാണണമെങ്കിൽ കുറയ്ക്കുക, മുന്നിലോട്ടാ കാണണമെങ്കിൽ കൂട്ടുക. അതായത് 10 നിന്ന് കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 5 കുറച്ചാൽ ആരെ കിട്ടും? ഫസ്റ്റ് ടീം കിട്ടും. ഫസ്റ്റ് ടീം എത്രയാടാ? 5. 10 5 കുറച്ചാൽ പോരെ. ഇനി സെക്കൻഡ് ടീം കിട്ടാനാ? 10 5 കൂട്ടിയാൽ മതി. അപ്പൊ എത്ര കിട്ടും? 15 കിട്ടും. വേണമെങ്കിൽ ഒന്ന് എടുത്തെഴുതി കൊടുക്കുക നമുക്ക് വേണ്ട ആൾക്കാരെ. ഫസ്റ്റ് ടൈം എത്രയാണ്? 5. സെക്കൻഡ് ടൈം രണ്ടാമത്തെ പദം എന്ന് പറയുന്ന 10. തേർഡ് ടൈം അല്ലെങ്കിൽ മൂന്നാമത്തെ പദം എന്ന് പറയുന്ന 15. ക്ലിയർ ആണ്, പക്കയാണെന്ന് മനസ്സിലാക്കുന്ന ഓരോരുത്തരും ചെയ്ത് പഠിച്ചോണേ, എഴുതി പഠിച്ചോണേ. ചോദ്യങ്ങൾ ഉറപ്പാണ് വരും. 2026 SSLC എക്സാമിനേഷൻ ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് അതേ കൺസെപ്റ്റ് വെച്ചുള്ള ചോദ്യം ഈ ഓണ പരീക്ഷയ്ക്ക് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ വെറുതെ എന്ത് ചെയ്യരുത്, പേടിച്ചിരിക്കാൻ പാടില്ല. അത് ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. എന്നെ കൊണ്ട് പറ്റും, ഞാൻ A+ കൊണ്ടേ വരുത്തുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതും ആ വർഷം ചോദിച്ചാ. Write a sequence of natural numbers which leaves remainder 1 on division by 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതുക. അല്ലെങ്കിൽ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം വരുന്ന ഒരു എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ എങ്ങനെ എഴുതും മക്കളുടെ ലോജിക്ക് വെച്ചൊന്ന് പറ. നിങ്ങൾ എങ്ങനെയായിരിക്കും ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എഴുതാൻ പോകുന്നത്? 4 കൊണ്ട് ഹരിക്കുമ്പം 1 റിമൈൻഡർ വരണം. അപ്പൊ ഓരോ സംഖ്യ എടുത്ത് 4 കൊണ്ട് ഹരിച്ചു നോക്കി 1 റിമൈൻഡർ ആണോ വരുന്നൊക്കെ നമുക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരാൾ 4ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ അവിടുത്തെ റിമൈൻഡർ 0 ആയിരിക്കും. ഒരു സീക്വൻസിൽ ഒരു സംഖ്യ 4ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെ 4ന്റെ ഗുണിതമാണെങ്കിൽ അവിടുത്തെ റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ആദ്യമേ 4ന്റെ ഗുണിതം അങ്ങ് എഴുതുക. 4ന്റെ ഗുണിതം ആരൊക്കെയാ? ഫസ്റ്റ് 4 വരും, പിന്നെ 8 വരും, പിന്നെ 12 വരും, എക്സെട്ര. ഇത് 4ന്റെ ഗുണിതമാണ്. ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശിഷ്ടം എന്ന് പറയുന്നയാള് 0 ആയിരിക്കും ഈ കേസിൽ. നമ്മുടെ ചോദ്യം ഇതല്ല. റിമൈൻഡർ എന്ത് വരണം? 1 വരണം. 1 വരണം മക്കളെ. ആദ്യമേ ആരെയാണോ ഡിവൈഡ് ചെയ്യാൻ അവന്മാർ പറയപ്പെടുന്നത് അതിന്റെ മൾട്ടിപ്പിൾ എഴുതുക. 4 ആണെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ എഴുതുക, 5 ആണെങ്കിൽ 5ന്റെ മൾട്ടിപ്പിൾ എഴുതുക, 6 ആണെങ്കിൽ 6ന്റെ മൾട്ടിപ്പിൾ എഴുതുക. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരിക. ചോദ്യത്തിൽ എന്താ ചോദിച്ചേക്കുന്നത്? അവിടുത്തെ റിമൈൻഡർ 1 വരണമെന്ന. എങ്കിൽ ഈ ഓരോ സംഖ്യയുടെ കൂടെയും ആ 1 അങ്ങ് കൂട്ടിയാൽ മതി. 4നോട് 1 കൂട്ടിയാൽ 5 കിട്ടും, 8നോട് 1 കൂട്ടിയാൽ 9 കിട്ടും, 12നോട് 1 കൂട്ടിയാൽ 13 കിട്ടും, എക്സെട്ര. ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ. ഒരു സംഖ്യയെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എഴുതാൻ ചോദിച്ചാൽ ആദ്യമേ 4ന്റെ മൾട്ടിപ്പിൾ എഴുതുക, ശേഷം അതിന്റെ കൂടെ എന്ത് കൂട്ടിവിടുക? ആ റിമൈൻഡർ 1 കൂട്ടുക. ഈ റിമൈൻഡർ 2 വരണ്ടെന്ന് ചോദിച്ചാലാ 2 കൂട്ടുക. ഞാൻ ഒരു ചോദ്യം പറയാം മക്കൾക്ക് വേണ്ടി. ഒരു സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 3 വരുന്ന ശ്രേണി. ഒരു സംഖ്യയെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ ശിഷ്ടം എന്ന് പറയുന്നത് എത്ര വരണം? 3 വരണം. 3 വരുന്ന ശ്രേണി. ആദ്യം മക്കൾ ആരെ എഴുതുക? 5ന്റെ ടേബിൾ എഴുതുക. 5ന്റെ ടേബിൾ ആരാ? 5, 10, 15 ഇത്രയും മതി, എക്സെട്ര കൊടുത്താൽ മതി. റിമൈൻഡർ 3 വരണം. 3 വരണം എന്ന് പറഞ്ഞാൽ ഈ ഓരോ സംഖ്യയുടെ കൂടെ നിങ്ങൾ 3 കൂട്ടിയാൽ മതി. 5ന്റെ 3 കൂട്ടുമ്പോൾ 8, 10ന്റെ 3 കൂട്ടുമ്പോൾ 13, 15ന്റെ 3 കൂട്ടുമ്പോൾ 18, എക്സെട്ര കഴിഞ്ഞു. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഒക്കെയാണ്, ക്ലിയർ ആണ്. കൊണ്ട് തെറ്റിച്ചു വെക്കൽ ഒരു മാർക്കുള്ള വേറൊരു കാര്യം, പക്ഷെ അതിനെ കൃത്യമായി കണ്ടു പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഒക്കെയാന്ന് വരുന്നു. ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ഇവിടെ SSLC എക്സാമിനേഷൻ 2026 ചോദിച്ചത്. എന്ന് വെച്ചാൽ ഞാൻ അടുത്ത സീക്വൻസിന്റെ മാത്രം ക്വസ്റ്റ്യൻസ് ആണ് എടുത്തുകൊണ്ട് വന്നത്. അടുത്ത സീക്വൻസിന്റെ ഓൾജിബ്രയിലെ കണക്കുണ്ട്, അത് നമ്മൾ അടുത്ത വീഡിയോക്ക് അത് ചെയ്യും. രണ്ടും കൂടെ ചേർത്ത് വരും. ഇത്രയും മാർക്കൊന്നുമല്ല, ഒരുപാട് മാർക്കുകളുണ്ട്. അത് നമ്മൾ ഒരു കൺസെപ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തതിന്റെ കൂട്ടത്തിൽ പറയാൻ വേണ്ടിയാണ് കേട്ടോ. അല്ലാത്ത സീക്വൻസ് ഇത്രയും കണക്കെന്നല്ല. ഫസ്റ്റ് ചാപ്റ്ററോട് ബന്ധപ്പെട്ട ഇത്രയും കണക്കുകളാണുള്ളത്. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ റിലേറ്റ് ചെയ്തുള്ള വേറെ കണക്കുകളുണ്ട്. സെക്കൻഡ് ചാപ്റ്ററിലെ തേർഡ് ചാപ്റ്ററോട് റിലേറ്റ് ചെയ്തു. പക്കയാണ്, ക്ലിയർ ആണെന്ന് മനസ്സിലാക്കുന്നു. പഠിച്ചു വെച്ചോണേ, ക്ലിയർ ആക്കി വെച്ചോണേ. സോ അടുത്ത
SOLC മോഡൽ എക്സാമിനേഷൻ ഫെബ്രുവരി 2026 ചോദിച്ച ചോദ്യമാണ്. വിച്ച് ഓഫ് ദ നമ്പർ ബിലോ ക്യാൻ ബി ടേം ഇൻ അരിത്മെറ്റിക് സീക്വൻസ് 5, 8, 11? താഴെ ഈ തന്ന സീക്വൻസിനകത്ത് വരുന്ന ടേമുകൾ താഴെ ഉള്ളതിൽ ആരാണ്? ചുവടെ തന്നിരിക്കുന്ന സംഖ്യകളിൽ ഏതാണ് 5, 8, 11 എന്ന സമാന്തര ശ്രേണിയിൽ ഒരു പദമാകുന്നത്? ഇതേ ഒരു സ്ഥാനത്ത് വെച്ചാണ് മെയിൻ എക്സാം നമ്മൾ തിരിച്ചു ചോദിച്ചത്. പദം തന്നിട്ട് ശ്രേണിയെ കാണാൻ ചോദിച്ചു, ഇവിടെ ശ്രേണി തന്നിട്ട് ആ ശ്രേണിക്കകത്ത് പദത്തെ കാണാൻ ചോദിച്ചു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യന്റെ ഒരു രീതി വരുന്നത്, മനസ്സിലായിക്കോളും കേട്ടോ. സോ എങ്ങനെ ചെയ്യും? വേറെ ഒന്നുമില്ല, നേരത്തെ പോലെ നമുക്ക് 5, 8, 11 എന്ന് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആദ്യം മക്കൾ ആരെ കാണണം? കോമൺ ഡിഫറൻസ് കാണണം. കോമൺ ഡിഫറൻസ് കാണുമെങ്കിൽ 8ൽ നിന്ന് 5നെ കുറയ്ക്കണം. 8ൽ നിന്ന് 5 കുറച്ച് നമുക്ക് എത്ര കിട്ടൂടാ? 3 കിട്ടും. ക്ലിയർ ആണെന്ന് കരുതും. 8ൽ നിന്ന് 5 കുറച്ച് 3 കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ട പരിപാടി ഓരോരുത്തരും എടുക്കുക. 25 എടുക്കാം. ഈ 25 എന്ന് പറയുന്ന ആളിനെ എന്തിൽ നിന്ന് കുറയ്ക്കണം? ഫസ്റ്റ് ടേമിൽ നിന്ന് കുറയ്ക്കുക. 5 കിട്ടും. 25 5 കുറയ്ക്കുമ്പോൾ 20 വരുന്നത്. ഈ 20നെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച കോമൺ ഡിഫറൻസ് കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ കഴിയുമോ? ഇല്ല. കാര്യം 23ന്റെ മൾട്ടിപ്പിൾ വരുന്നില്ല. അപ്പൊ 25 അല്ല ടേം, പോയി. അടുത്ത 30 എടുക്കുക. 30 എന്ന് പറയുന്ന ആളിനെയും എന്തിൽ നിന്ന് കുറയ്ക്കണം? ഫസ്റ്റ് ടൈമിൽ നിന്ന് കുറയ്ക്കണം. ശ്രദ്ധിച്ചോണേ, ഫസ്റ്റ് ടൈം 30ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 25 എന്ന് പറയും. ഈ 30ൽ നിന്ന് 5 കുറച്ചാൽ നമുക്ക് 25 എന്ന് കിട്ടും. ആ 25നെ നമ്മൾ കണ്ടുപിടിച്ച കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നോക്കുക. 3ന്റെ മൾട്ടിപ്പിൾ 25ഉം വരുത്തില്ല. അപ്പൊ അയാളും ടൈം അല്ല, കഴിഞ്ഞു. അടുത്ത ടൈം എടുക്കുക. അടുത്ത ടൈം ആരാ? 35. ആ 35ൽ നിന്ന് നമ്മൾ ആരെ കുറയ്ക്കണം? കോമൺ ഡിഫറൻസിനെ അല്ലേ, മാറിപ്പോയല്ലേ. ഫസ്റ്റ് ടൈമിനെ കുറയ്ക്കണം. ഫസ്റ്റ് ടൈം 5 ആടാ. 35ൽ 5 കുറച്ചാൽ 30 കിട്ടും. ആ കിട്ടിയ 30നെ നമുക്ക് എന്തുകൊണ്ട് ഹരിക്കാം? നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൊണ്ട് ഹരിക്കാം. കാര്യം 3ന്റെ മൾട്ടിപ്ലൈ വരുന്നതാ. 30നെ 3 കൊണ്ട് ഹരിച്ചാൽ 10 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ടൈം ആരാ? 35 ആ സീക്വൻസിലെ ടൈം ആയിട്ട് വരുന്നത്. ക്ലിയർ ആണ്, പക്കയാണ് എന്ന് മനസ്സിലാക്കുന്നു. നന്നായിട്ട് വൃത്തിയായിട്ട് പഠിച്ചു പോകണേ, പക്കയായിട്ട് പഠിച്ചു പോയെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്കിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ ആണല്ലോ മക്കളെ? ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ SOLC മോഡൽ എക്സാമിനേഷന്റെ ഒരു ചോദ്യം കൂടെ നമ്മൾ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ബാക്കി അടുത്ത വീഡിയോയായിട്ട് നമ്മൾ വീണ്ടും എത്തുന്നതായിരിക്കും. നിങ്ങൾ കൃത്യമായി പഠിച്ചു പോവുക, ചെയ്ത് പഠിക്കുക. മാത്തമാറ്റിക്സ് ചെയ്ത് പഠിക്കാൻ നമുക്കൊരു മാർക്ക് കിട്ടത്തില്ല. ചെയ്ത് പഠിച്ചെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. പക്കയായിട്ട് ക്ലിയർ ആയിട്ട് പഠിച്ച് എഴുതി പോവുക. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഇനിയും നമ്മൾ മുൻ വർഷങ്ങളുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇതിലൂടെ നിങ്ങൾക്ക് ഞാൻ A+ മേടിച്ച് കൈകളിൽ തന്നിരിക്കും. മാക്സ് ഇപ്പം സുഖമായിട്ട് പഠിക്കാൻ പറ്റുന്നില്ലേ? ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.